ഇത്ര കൊള്ളാമോ? ഇതെന്തോന്ന് കോലയോടിയാ കൊച്ചിനെ ചെക്ക് എന്താ കുഴപ്പം? എന്തോന്ന് കോപ്രായത്? നല്ല രസല്ലേ കാണാൻ? നീ ആ കൊച്ചിനെ നിന്നെ പോലെ ആക്കാൻ പോവേണ? നീ അങ്ങനെ ആയി. അതിന് മുമ്പ് എന്ത് രസമായിരുന്നു എന്റെ മോഹം കാണാൻ. ഇപ്പൊ എന്തോന്നത്? നല്ല രസമല്ലേ കാണാൻ? അയ്യ അമ്പിളിമാമ ഞാൻ എന്ത് ചെയ്താലും കുറ്റേ പറയുള്ളൂ. കൊള്ളൂലേ? നല്ല രസമുണ്ട് മോള്. എന്റെ പൊന്നു മോളെ, ഇതൊന്നും നിന്റെ അച്ഛൻ ഇഷ്ടപ്പെടില്ല. അത് മനസ്സിലാക്കി. ഡാഡി അത് ഞാൻ പറയാം, കുഴപ്പമില്ല. എന്തോന്ന് പറയാ? ആര് കടിച്ചത്? ആര് ഇതുപോലെ ആക്കി തന്നെന്ന് പറയും? രാഗി ആന്റി ഉടനെ ഞെത്തും. ഇല്ല, അവ എന്തെങ്കിലും കാരണം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. അതിന്റെ ഇടയിൽ കൂടി ഒന്നും ഇങ്ങനെയൊന്നും പോവരുതേ. നീ മര്യാദക്ക് നേരെ പഴയതുപോലെ ആക്കി കൊടു. ഇതല്ലേ രസം. ഇന്നത്തെ ദിവസം ഞാൻ നിൽക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്. എത്ര പറഞ്ഞാലും മനസ്സിലാവും. രാഗി ആന്റി ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? അല്ല, ഇംഗ്ലീഷ് പാട്ടും പാടുന്നു, ഫോണൊക്കെ വിളിക്കുമ്പോ എപ്പോഴും ഇംഗ്ലീഷ് അല്ലേ? അതെന്താന്നറിയോ, രാഗിയാറ്റിയുടെ ഫ്രണ്ട്സിനെ മലയാളം അത്ര വശമില്ല, ഇംഗ്ലീഷ് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഡാഡി എപ്പോഴും പറയും രാഗി ആന്റി ഇംഗ്ലീഷ് നോട്ടി. എന്തോരം ഡാഡിക്ക് ഇഷ്ടമല്ല. ഡാഡിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഡാഡിക്ക് അതിന് എന്നെ ഇഷ്ടമല്ലല്ലോ, നമ്മൾ രണ്ടുപേരും ഇഷ്ടമല്ല. നീ എന്ത് ചെയ്യാനോ? ഡാഡിക്ക് ഇഷ്ടമല്ലെങ്കിലേ ഞാൻ എന്തായാലും ഇംഗ്ലീഷിലേ സംസാരിക്കുള്ളൂ. എങ്ങനെ സാറിന്റെ മൂന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഞാൻ. അതിപ്പോ അവള് പറഞ്ഞുള്ളൂ ഇഷ്ടമല്ല എന്ന്. അതിനിപ്പോ എന്താ? അല്ല, അവന് ഇഷ്ടമല്ല പിന്നെ നീ എന്തിനാണ് അത് ചെയ്യാൻ പോണത്? വെറുതെ രസം. നീ എന്തിനാടി അവനെ ചൊറിയാൻ പോണത്? ഇവിടെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കി മര്യാദയ്ക്ക് ഇവിടെ നിനക്ക് ഇരുന്നാൽ പോരെ? ഞാൻ അങ്ങോട്ട് പോയി ചൊറിയിടൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് സംസാരിക്കും, അത്രേ ചെയ്യുള്ളൂ. അവനെ ഇഷ്ടമല്ല എന്ന് എനിക്ക് വയ്യ. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവൻ എന്തെങ്കിലും ഇതുപോലെ എപ്പോഴും ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് ഇംഗ്ലീഷിൻ്റെ കാര്യം പറയാനായിരിക്കും അടുത്ത അടി. ഒരു ദിവസം അങ്ങനെ മനസ്സമാനത്തിരിക്കാൻ നീ സമ്മതിക്കില്ലേ? അതിപ്പോൾ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. നിനക്ക് ഇവിടെ വീട്ടിൽ എന്തുമാത്രം ജോലിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഇതെന്തോന്നത്? എന്ത്? അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മറ്റേ ചൂല് കാണിച്ചു തരാൻ. ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചു വരുന്നു, എനിക്കറിയില്ല. അത് പറഞ്ഞാൽ വിഴുന്നു കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് വയ്ക്കാൻ അറിഞ്ഞൂടി? അത് ഞാൻ കണ്ടില്ല. അതിന് മറ്റേ ചൂല് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അത് ഞാൻ കണ്ടില്ല അമ്പിളിച്ചേട്ടാ. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കാണൂല, ബാക്കിയുള്ള കാര്യങ്ങളെ കാണുള്ളൂ. ബാക്കിയുള്ള അടി ഉണ്ടാക്കാൻ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ നോക്കിക്കൊണ്ട് നടക്കല്ലേ? എന്റെ ദൈവമേ, ഞാനാണോ ഇവിടെ അടി ഉണ്ടാക്കുന്നത്? നീ ആയിട്ടൊന്നും ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞതാ. തീർന്നോ? നേരെ മാറ്റി കെട്ടി. കൊള്ളാമോ? ഇത് കുഴപ്പമൊന്നുമില്ല. ചായ എടുക്കട്ടെ? എടുക്കട്ടെ. എന്റെ സമയായി ചായക്ക് പറഞ്ഞിട്ട്. കാപ്പിയില്ലേ? കാപ്പിയും ചായയും കൂടി ഒരുമിച്ചാണോ വിഴുങ്ങാൻ പോണേ? അതല്ലടി, പലഹാരം ആയില്ലേന്ന് കഴിക്കാൻ. ഉണ്ടാക്കണം. ഇതവിടെ തന്നെത്താനം ഉണ്ടായി വരില്ല. നേരത്തെ കാലത്ത് ഒന്നും എണീറ്റ് ഒന്നും ചെയ്യരുത്. എവിടെ ഇടിച്ചു മുഴച്ചിരിക്കുന്നു? എവിടെ കൊണ്ടുവച്ചിടിച്ചോ? നല്ല രസമുണ്ട്. കണ്ടിട്ട് മനസ്സിലാവണില്ല അല്ലേ കൊച്ചിനെ? ഭയങ്കര രസം തന്നെ. ഞാൻ വിചാരിച്ചത് എവിടെ ഇടി പറ്റിയിട്ട് നീരടിച്ചിരിക്കുകയാണ്. അയ്യോ, മഹാവൃത്തിയുടെ തക്കളി ഇമാതിരിയുള്ള കോലം കിട്ടുന്നത് വേണ്ട. അത് കൊള്ളില്ല. എന്താ കുഴപ്പം? നല്ല രസമുണ്ട്. അത് കൊള്ളില്ല. പിന്നെ ഉള്ള കാര്യം ഞാൻ പറയാം. ഇത് കൊള്ളാൻ നിന്റെ ആര് പറഞ്ഞു? നിന്റെ മുഖം ഇപ്പൊ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെറിയ പാക്കില്ലേ, ഉണക്ക പാക്കുണ്ടല്ലോ കമ്പൂരിൽ നിൽക്കണം, അതുപോലെ ഉണ്ട്. മനപ്പൂർവ്വം കൊള്ളില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഞായറാഴ്ച നമ്മൾ അവിടെ പോവില്ലേ കല്യാണത്തിന്? അന്നേരം നമുക്ക് ഇതേപോലെ മുടിയിട്ട് എന്റെ കൂടെ കല്യാണത്തിന് ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരാൻ ആരും വിചാരിക്കണ്ട, ഞാൻ കൊണ്ടുപോകൂല. എപ്പോഴും പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റോ? ഒരു കാര്യം പറയാം, നമ്മൾ മലയാളികളാണ്, നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നവര്. നമുക്ക് അല്ല നോക്കട്ടെ, അത് ഞാൻ നോക്കട്ടെ. അടി, നമുക്കൊരു സംസ്കാരം ഉണ്ട്. ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞില്ല, ഇതിങ്ങനെ പിരിച്ചു കഴിഞ്ഞു പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കൊള്ളില്ല. ഇതിനൊരു കയറ് കുരുങ്ങിയിരിക്കും പോലെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടേതായ രീതിക്ക് വളരണം, മലയാളികളായിട്ട് വളരണം. അവള് പല രാജ്യത്തൊക്കെ പോയി വേണ്ടാത്ത പലതും തിന്ന് പല വൃത്തികെട്ട സംസ്കാരമൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കിടന്നിട്ട് കുറെ ഇംഗ്ലീഷും അവളുടെ ഒരു പത്രാസും അതൊന്നും മോൾ അനുകരിക്കാൻ നോക്കണ്ട. ഇംഗ്ലീഷ് രാഗേന്റെ സൂപ്പർ ആയിട്ട് പറയും. ഞാൻ അവിടെ നിന്നപ്പോ പാട്ട് പറയണതിൽ പലതും ഉണ്ടല്ലോ, അങ്ങ് തെറിയാണ്. ഞാൻ ശ്രദ്ധിച്ചു. രാഗിയാന്റെ പോലെ പാവം വേറെ ആരുമില്ല. അയ്യോ, കാണുമ്പോ അഹങ്കാരം തോന്നും. ഒരു കാര്യം, നീ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കുക അവക്ക് പാവം എന്നുള്ള. എന്ത് എപ്പോഴും വഴക്കിന് പോണത്? പിന്നെ അല്ലാതെ അവിടെ എനിക്കാണെങ്കിൽ
അപ്പൊ ഡാഡിക്ക് ഇഷ്ടപ്പെട്ടു രാഗിയാണ്ടി ഇത് കെട്ടിത്തന്നോണ്ടാണ്. കൊള്ളില്ല മോളെ. ഇത് മോക്ക് ഒരു കാര്യം, നിന്റെ പഴയ ഫോട്ടോ അല്ലേ സ്കൂളിൽ പഠിച്ചപ്പോ നീ 2 സൈഡ് ഇങ്ങനെ പിന്നിട്ട് ആ ആ അത് എന്തിനു കൊള്ളാന്ന് അങ്ങനെ എന്നെ പറഞ്ഞു വിടും. ഹലോ, നമുക്കിനി ഇതുപോലെ വല്ല മോഹം ഉണ്ടോ ഇങ്ങനെ വല്ല ആക്കണമെന്ന്? ആ അമ്മ ജീൻസും ഉടുപ്പൊക്കെ ഇടാൻ പഠിക്കണം കേട്ടല്ലോ. ആ അമ്മയുടെ അളവിനുള്ള ജീൻസ് കിട്ടുമെങ്കിലല്ലേ. അയ്യടാ നന്നായിരിക്കും ജീൻസ് ഒക്കെ ഇട്ടാൽ. നമ്മുടെ ഈ പൊടിക്കണ മില്ലില മറ്റേ ഇതുണ്ടല്ലോ, ആ സഞ്ചി ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും അമ്മ ജീൻസ് ഇട്ടാ. അങ്ങനെ ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടോ? ചായ കുടി. ഡാഡി കളിയാക്കല്ല, അത് വിട്. എടി ഇതൊക്കെ ഇതാക്കടി മോളെ. അയ്യോ സോറി സോറി സോറി, ഞാൻ കെട്ടിത്തരാം എനിക്ക് മനസ്സിലായി ബാക്കിലോട്ട് അങ്ങോട്ട് കെട്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലായി. രാഗിയാണ്ടി പറയണ കേട്ടോ, ക്ലാസ്സിലെ സ്റ്റാർ ആണ് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ ഞാനും കിട്ടിക്കൊണ്ടുപോയാ ഞാനും സ്റ്റാർ ആകും. സ്റ്റാർ കണ്ട അവിടെ കെട്ടി തൂക്കിയിടണം, ക്രിസ്മസിന്റെ സ്റ്റാർ ആയിരിക്കും. ചുമ്മാ തള്ളാണ് നീ ഇതൊന്നും കേട്ട്. അമ്മ ഇത് ഊരി ഇനിയിപ്പൊ എങ്ങനെ കേട്ടോ, ഞാൻ ഇനി അങ്ങോട്ട് മിണ്ടൂല. എനിക്ക് മനസ്സിലായി എന്ന് കേട്ടത് അറിയാന്ന്. അറിയാം. എന്താണോ ഇന്നിപ്പോ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പുറത്താണ്. വാടക വീടാണെങ്കിലും ശരി, ഏത് നേരം വീട് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. ആ You two Brutus, yeah. Oh. You see him again. Oh. You just let him know that. അമ്മൂമ്മേരൊരു ഇംഗ്ലീഷ് തെറിയായിരിക്കും പറയണത്. നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ, പരിഷ്കാരികൾ ഇറങ്ങിയിരിക്കുന്നു. Yeah, he has some. ഡേയ്, Yeah. മതി ചേട്ടാ, അവൻ ചീത്തയും വിളിച്ചോണ്ടാണ് പോയെന്ന് തോന്നുന്നത്. പോയാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്താ നല്ല രസല്ലേ? വൺ കോമഡി അല്ലേ അങ്ങനെ പോക്ക് കണ്ടോ? എന്ത് രസമായിരുന്നു. നല്ല രസമായിരുന്നല്ലേ? ഇപ്പൊ പോയതുകൊണ്ടല്ലോ അതിൽ നിന്നും കോമഡി ആയിരിക്കും. തിരിച്ച് വരുമ്പം അവൻ തരും, അതൊക്കെ വാങ്ങിച്ച് വെട്ടിക്കോ കേട്ടാ. അങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട്. ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് ഇരുന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അങ്ങേർക്ക് എന്താ. എനിക്ക് രാഗി ചേച്ചി പഠിപ്പിച്ചെന്നാ. എന്റെ ഷേവിയുടെ കണ്ണട എടുക്കല്ലെന്ന് പറഞ്ഞ എനിക്ക് പുതിയ ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കാനാ. ഞാനേ വല്ല പറഞ്ഞ അവളൊരു ഇംഗ്ലീഷ് പാട്ടും ഹെയർ സ്റ്റൈലും. ഇംഗ്ലീഷ് പാട്ട് എനിക്ക് മുമ്പേ അറിയാം. ഞാൻ ഈ മുടി ഉണ്ടല്ലോ എല്ലാം കൂടെ വെട്ടി അങ്ങ് ഇതാക്കി കളയും. എന്താടി ആ ഇതൊരു സംഭവം. ആ തിന്നണ കാര്യമല്ലേ ഉള്ളൂ. മോളെ, എന്തോ നിന്റെ ഡാഡിക്ക് നിന്നോട് സ്നേഹമില്ലാന്നല്ലേ പറയണത്? നീ അല്ലേ എപ്പോഴും പറയാറ് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഡാഡി മേടിച്ചു തന്നില്ലാന്ന്. നോക്ക്, ഇംഗ്ലീഷ് ഭാഷ. അതിന് എനിക്ക് പഠിക്കാൻ എനിക്കറിയാലോ ഇംഗ്ലീഷ്. അതെ അവക്കല്ല. പിന്നെന്താ ഇംഗ്ലീഷ് പറയാൻ പോവാ? ഇല്ല എനിക്കെന്താ ഇംഗ്ലീഷ് പറഞ്ഞൂടെ? ഇംഗ്ലീഷ് എന്നോട് പിണങ്ങോ ഞാൻ പറഞ്ഞ? ഇത്ര നാളില്ലാത്തൊരു പൂതി ഭാഷ കൊള്ളില്ലല്ലോ. കാര്യമുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പഠിച്ചില്ലെങ്കിൽ നാണം കേടും. എനിക്ക് ഇവിടെ നാണക്കേട്. ഞാൻ സഹായിക്കാൻ വേണം. പിന്നെ ഇവിടെ ഒരു സായിപ്പും ഭാര്യയും വന്നിട്ട് അവർക്ക് മാത്രം ഇംഗ്ലീഷ് പറയാം. നമ്മൾ വിചാരിച്ചാൽ പിന്നെ ഇംഗ്ലീഷ് ഒന്നും പഠിച്ച് പറയാൻ പറ്റൂല. ഓ അങ്ങനെ വാശിക്കാം. ഇച്ചിരി വാശിയാണെന്ന് കൂട്ടിക്കോ. ആ പിന്നെ അല്ലാതെ അവക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് എനിക്കറിയാം. എന്നെ കാണുമ്പോ അവള് വാ തുറന്ന് ഇംഗ്ലീഷേ പറയുള്ളൂ. അഹങ്കാരി. ഞങ്ങളോടൊക്കെ മലയാളത്തിലാണല്ലോ പറയണവരാക്കി. അതാണ് എനിക്കറിയേണ്ടത്. എന്നെ കാണുമ്പോ മാത്രം എന്തിനാണ് അവള് ഇംഗ്ലീഷിൽ കടുവ? അതെന്താന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ കൊത്തി ചെല്ലണോണ്ട് വല്ല കാര്യമുണ്ട്? അതൊന്നും അല്ല, അവളെ മലയാളത്തിൽ തെറി വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള തെറിയെല്ലാം ഇംഗ്ലീഷിലാക്കി എന്നെ വിളിക്കണത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഡാഡിക്ക് എങ്ങനെ അറിയാം? അതിന് തന്നെയാണ് ഡാഡി ഈ ബുക്ക് വാങ്ങിച്ചോണ്ടുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അവള് പറയുന്ന ഓരോ തെറിക്കും ഡാഡി 3 തെറി അങ്ങോട്ട് വെച്ചു കൊടുക്കും. ക്ലീറ്റോ, ഒരു കാര്യവും മറ്റുള്ളവരുടെ വാശിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ഈ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി വാശിയുണ്ടെന്ന് കൂട്ടിക്കോ. നല്ല കാര്യത്തൊന്നുമല്ല, തെറി വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞാണ്ടല്ലോ. ആ ജമന്തിയൊക്കെ നമ്മൾ പൂവിട്ട് തൊഴണം. അവിടുന്ന് ഇത്രയും ഉപദ്രവമില്ലായിരുന്നു. ഇത് ഇങ്ങനെ 2 മുതലിനെ കൊണ്ട് ഇവിടെ ഇട്ടു. എന്റെ കർത്താവേ, പാവം. നീ ഒരു കാര്യം, നീ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുക്ക. ഇതിനകത്ത് മലയാളം എഴുതി വെച്ചേക്കണേ. മലയാളം എഴുതി വെച്ചേക്കണേ. ഇംഗ്ലീഷ് കണ്ട് ഇംഗ്ലീഷിന്റെ മലയാളം അർത്ഥവും ഇംഗ്ലീഷ് പറഞ്ഞുള്ള മലയാളം. നീ ഇതൊക്കെ വായിച്ചൊക്കെ എന്താ ആവശ്യമുള്ളത്? ഇതിലെ ആവശ്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിപ്പോ നോക്കിക്കോ. ഫസ്റ്റ് ഡേ ഈസ് സൺഡേ. ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാകുന്നു. ഇതല്ലേ ഇപ്പൊ വായിച്ചത്? ഇത് മലയാളം എഴുതിയേക്കണേ. അത് മലയാളം എഴുതിയിരിക്കണേ. അതിന്റെ മുകളിലുള്ളത് ഇംഗ്ലീഷ് അതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
അങ്ങനെ തന്നെ പഠിക്കാനുള്ള. അയ്യോ എൻ്റെ മോള് സഹായിക്കണ്ട, ഇത് ഭാഷാ സഹായിയാണ്, ഞാനിത് പഠിച്ചോളാം. സൺഡേ ഈസ് ഹോളിഡേ, ഞായറാഴ്ച ഒഴിവ് ദിവസമാകുന്നു. ഡാഡി ഇത് നോക്കി പഠിക്കാതെ അല്ലാതെ അർത്ഥം പറ ഒന്നിന്റെ പറ. എന്ന് പഠിച്ചു തീരാനാ ക്ലീറ്റോന് വട്ടുണ്ടോ? ഇത് എന്നായാലും നീ നോക്കിക്കോ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. പഠിച്ചിട്ട് ഞാൻ അവളോട് പകരം വീട്ടുകയും ചെയ്യും. നീ നോക്കിക്കോ. ഇംഗ്ലീഷിൽ പകരം വീട്ടുന്ന ആൾക്കാരെ ഞാൻ ആദ്യം പഠിക്കട്ടെ അല്ലേ? ടുമോറോ വിൽ ബി ഡ്യൂസ്ഡേ, നാളെ ചൊവ്വാഴ്ച ആകുന്നു. ഇതില് മലയാളത്തില് ഡ്യൂ അല്ലേ എഴുതിയിരിക്കണം, ഡ്യൂസ്ഡേ. അതിന്റെ പ്രൊനൗൺസിയേഷൻ ടു ആണ്. പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ അത് സാധനമാണ്. They are smiling, അവർ മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്നു. 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 They were smiling, അവർ മന്ദഹസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. They were smiling, അവർ മന്ദഹസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മന്ദഹസിക്കുക, ചിരിക്കുക, കളിയാക്കി ചിരിക്കുക. ഓക്കെ. ഐ വിൽ കിൽ യു, ഞാൻ നിന്നെ കൊല്ലും. ഐ വിൽ കിൽ യു, ഞാൻ നിന്നെ കൊല്ലും. സാഹചര്യം വന്നാൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കൊല്ലേണ്ടി വരും. ഐ വിൽ കിൽ യു, ഞാൻ നിന്നെ കൊല്ലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മധുരമില്ലാത്ത ചായ എന്തിനാ ക്ലീറ്റോ? മധുരം ഇട്ട് തരാം. ഒന്നാമത്തെ കട്ടൻ. ഇതിലും മധുരം ഇടാൻ പാടില്ല. മധുരമില്ലാതെ ഈ കട്ടൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ഉറക്കമെല്ലാം പോയി കുറേ കൂടെ ദേഷ്യവും വാശിയൊക്കെ വരും. അപ്പോൾ ഈ പഠിക്കണതിനോട് കൂടുതൽ എന്തോ ഒരു താല്പര്യം തോന്നും. അതാണ്. എന്നാ പിന്നെ ഈ വീട്ടിൽ മധുരം അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേക്കാം ക്ലീറ്റോ. എന്തിനാ? ജീവിക്കാനുള്ള ഒരു വാശി തോന്നിയാലോ? ഓ തമാശ തമാശ. ക്ലീറ്റോ എന്താ? ഇതിനെ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട് ഈ പഠിക്കുന്ന കാര്യങ്ങൾക്ക്. ഈ എല്ലാം കത്തി തീരാറായപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യണത്? സ്കൂളിൽ വിട്ടപ്പോഴത്തേനും പഠിച്ചില്ലല്ലോ നിങ്ങള്. അതെ, ക്ലീറ്റോക്ക് ചില കാര്യത്തിൽ വാശി കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇതിനെ പഠിച്ച് ഞാൻ അവളെ തറ വെറ്റിച്ചിട്ട് അടങ്ങിയിരിക്കും. ആണോ? എത്ര മണി വരെ? 12:30. ബുക്കൊക്കെ വാങ്ങിച്ചാ? വലുത് പഠിക്കണൊക്കെ നല്ലത് തന്നെ. ഒന്നുമില്ല, അറിഞ്ഞാ നീ നമ്മളെ ക്ലീറ്റസ് ഇംഗ്ലീഷ് പഠനം തുടങ്ങിയെന്ന്? നല്ലായിരുന്നല്ലേ? സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ച് പഠിച്ചു. 10-12 മണി വരെ. നടരാജൻ, ഐ കോൾ ടുമോറോ. വെച്ചിട്ട് പോടെ, ഞാൻ നാളെ വിളിക്കാം. പറഞ്ഞാൽ മനസ്സിലാവും. വെച്ചേ. ഓക്കെ. സീ യു. ബൈ. ഓക്കെ. ഹലോ ക്ലീറ്റസ് ഏട്ടാ, ഹൗ ആർ യു? Who are you? Don't you know me? I'm Ragi. I am fine, thank you. You fine? Okay, fine. Have you learned English, right? Go ahead. It's nice. There is a spoken English institute, one of my friends. Would you like to go there, Cletus Etta? What? There is a spoken English class. If you want to go there, I will let you know. You want to go? No. No? You? No. Job? Yeah. Job? I have done my job. You go job. I've done my job, Cletus Etta, actually. Takle. I'm simply sitting here. Come. Why should I come, Dad? Please. Come. I will come after sometimes. I father. You come. Okay. Come. മക്കള് പോ. Daughter. Father. എന്താ ക്ലീറ്റോ, വട്ട് കഴിഞ്ഞില്ലേ? കുറെ ദിവസമായി. What? No. What? You go cook house. Hey. No joke. Go cook house. Cook. അമ്പിളി ചേട്ടാ, എന്താ അത്? അതെ, ഈ ഇംഗ്ലീഷ് പറയണത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ പറയാം, നമ്മളെ വായിൽ നാക്കിലൊക്കെ ഇത് വഴങ്ങും. ചിലർക്ക് ഒരു ധാരണയുണ്ട്, അവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. Take it as a good spirit, Cletus Etta. Take it as a good spirit. Go ahead. I spirit. You husband spirit. No, don't drink. You go. Dangerous for health. Go. Carry body at. കിടിക്കുന്നു. Don't go, Cletus Etta. ഇങ്ങനെ ഇരുന്ന് കിണിച്ചോണ്ടിരി കേട്ടാ.
പെണ്ണുങ്ങളെ കുറച്ചൊക്കെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അത് അവർക്ക് സ്വയം തോന്നിയില്ലെങ്കിലേ കെട്ടിയവന്മാർ നിലയ്ക്ക് നിർത്തണം. അതിന് കഴിവില്ലെങ്കിൽ കെട്ടിയോണെന്ന് പറഞ്ഞ് ഇരിക്കല്ലേ. ബ്ലഡി ഫൂൾ ഇഡിയറ്റ്. Cletus, what do you mean by Nella? You go. What do you mean by Nella? Please tell me, yaar. You go and നിനക്ക് വേറെ പണിയൊന്നുമില്ല. കയറി പോവച്ച അവനെ വിളിച്ചിട്ട് പോകട്ടെ. ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തല്ല് കൂടി പോയി. എന്തോന്നടി ഇത്? നല്ല രസല്ലേ? എനിക്ക് വലിയ രസമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അവൻ നിന്റെ കളിപ്പിള്ളയാണ്. അല്ല, അത് ഞാൻ കാരണം ഒരാൾ ലാംഗ്വേജ് പഠിക്കാൻ പറഞ്ഞാൽ നല്ല കാര്യല്ലേ? ഈ ലാംഗ്വേജ് പഠിക്കുന്നത് നല്ലത് തന്നെ. നീ അവനായിട്ട് കളിയാക്കണ എന്തിനാ? ഞാൻ കളിയാക്കിയിട്ടൊന്നുമില്ല എൻ്റെ അമ്പിളി ചേട്ടാ. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത്. ആൾ കുറെയൊക്കെ മനസ്സിലാവുണ്ടല്ലോ. നല്ല കാര്യല്ലേ? നീ പറയണ പകുതി കൂടുതൽ കാര്യം അവന് മനസ്സിലായില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായോ? എൻ്റെ അമ്പിളി ചേട്ടാ ഇങ്ങനെയൊക്കെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുക. അല്ലാണ്ട് വെറുതെ കുറെ നേരം ബുക്ക് വായിച്ചോണ്ടിരുന്നൊന്നും പഠിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് മറുപടി നിനക്ക് അവന് മനസ്സിലായില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായോ? ആ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആള് ട്രൈ ചെയ്യുന്നില്ലേ? അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നില്ലേ? പിന്നെ എന്തിനാണ് കളിയാക്കുന്നത്? ഞാൻ കളിയാക്കിയിട്ടില്ലല്ലോ അമ്പിളി ചേട്ടാ. എനിക്ക് ഇപ്പോഴാണ് ഒരു സുഖം തോന്നുന്നത്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വീട് മാറിയാൽ മതി കേട്ടോ. ഈ പ്രാന്തിന് എത്ര ദിവസം ഉണ്ടാവും കേട്ടോ? കുറെ നാളുണ്ടാവും. ഇവിടെ അവനോട് ഉള്ളിടത്തോളം ഉണ്ടാവും. ഈ സായിപ്പും മതാൻ വേണ്ടല്ലോ. അപ്പൊ അവളെ വിചാരം 2 ഇംഗ്ലീഷ് പറഞ്ഞാൽ പിന്നെ അവള് സായിപ്പിന്റെ മോളായി. തമാശക്ക് കാണിക്കുന്നതായിരിക്കും. ഇതാണോ തമാശ? നിങ്ങളോടൊന്നും കാണിക്കുന്നില്ല. അവൻ എന്നോട് കാണിക്കുക എന്താണ്? അവൾ ഇംഗ്ലീഷ് എന്താ വൃത്തികേട് വല്ലാണോ? ഇംഗ്ലീഷിൽ പറയുന്നതിൽ പലതും വൃത്തികേടാണ്. അവനോട് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. ക്ലീറ്റ് ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പകരം വീട്ടാൻ നിൽക്കണ എന്ത് കാര്യത്തിനാ? അതെ, നീ എന്നെ അങ്ങനെ കൊച്ചാക്കരുത്. ഡാഡിയെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രസംഗം മുഴുവനും ഇരുന്ന് കാണാതെ എഴുതി പഠിച്ച് പ്രസംഗിച്ചാണ് ഇംഗ്ലീഷ്. ഡാഡി പറഞ്ഞുതരാം. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതെല്ലാ ആൾക്കാരും പഠിക്കണം. അത് പ്ലഡ്ജൊക്കെ അത് നിങ്ങളിപ്പോ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന ആ സമയത്ത് അതിന് പ്രസംഗം എന്നാ പറയുന്നത്. ഇതും പറഞ്ഞിട്ട് ഞങ്ങളെ കുറെ പറ്റിച്ച്. ഞാൻ ഭയങ്കര പ്രസംഗം പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ട്, ഇപ്പോഴും അതൊക്കെ എന്റേത് ഇതിനകത്ത് ഇപ്പോഴും കിടക്കും. എന്നാ നീ ഒന്ന് പറഞ്ഞേ. അങ്ങനെ ചോദിക്കരുത്. അവക്ക് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് ചോദിക്കണം. രാഖി, വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻഡ്? അയ്യോ, ഞാൻ മലയാളം പറയുന്നു. ഇംഗ്ലീഷിൽ പറയൂ. എന്തോ ചുമ്മാ ഇരിക്കാൻ. അതെ, എൻ്റെ പൊന്നു മോളെ ആഡംബരം കാണിക്കുമ്പോൾ ഓർമ്മിക്കണം. നമ്മളെ മലയാളികളുണ്ടല്ലോ, എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും ഇതുപോലെ തലകുത്തിയൊക്കെ വീഴുമ്പോൾ നമ്മളെ മലയാളത്തിലേ കരയും. അയ്യോ അച്ഛ അമ്മന്ന്, അല്ലാതെ ഓ ഗോഡ് ഓ ഫാദർ എന്നൊന്നും പറഞ്ഞ് കരയില്ല. അതുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ്. ഒന്നുമില്ല, സ്മോൾ ഫെയിൽ ഡൗൺ, അത്രേ ഉള്ളൂ. Alien versus Alien.